നല്ല വൈകുന്നേര സമയമാണ്. പുറത്ത് നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഓർത്തു ഇന്ന് എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാം. അങ്ങനെ ഓർത്തപ്പോഴാണ് കുറേ നാളായി ഞാൻ വിചാരിക്കുന്നത് ലോഡഡ് ഫ്രൈസ് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. അപ്പോൾ ഇതുപോലെ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഒന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കണതാണ് തന്നെ. അപ്പോൾ ഞാൻ ബോൺലെസ് ചിക്കനൊന്നും അല്ല എടുത്തേക്കുന്നത്, നമ്മുടെ നോർമൽ എല്ലുള്ള പീസ് തന്നെയാണ് എടുത്തേക്കുന്നത്. അതിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1.5 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ ഒരു 1/2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ നടന്നില്ല. പിന്നെ ഓർത്ത് വന്നാൽ പിന്നെ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാമെന്ന്. അപ്പോൾ കൈകൊണ്ട് ഇത് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് ലുലുന്ന് മേടിച്ചൊരു പാക്കറ്റാണ്. നമുക്കിതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പാക്കറ്റാണ്. അപ്പോൾ ഇതുപോലെ ഫ്രോസൺ ആയിട്ടുള്ളത് മേടിച്ചിട്ട് ഒന്ന് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചട്ടി ഒന്ന് ചൂടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ ലോഡഡ് ഫ്രൈസിനും ഫ്രഞ്ച് ഫ്രൈസിനും ഒക്കെ കടയിൽ നല്ല റേറ്റാണ്. നമ്മൾ ഇതുപോലൊരു ഫ്രോസൺ പാക്കറ്റ് മേടിച്ചിട്ട് ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനാണെങ്കിലും ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കുകയാണെങ്കിലും സത്യം പറഞ്ഞാൽ നമുക്ക് ലാഭമാണ്. മാത്രമല്ല ഇപ്പോൾ എണ്ണയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ എണ്ണ ആയതുകൊണ്ട് വിശ്വാസത്തോടെ ഉപയോഗിക്കാൻ പറ്റും കുറച്ചുകൂടി. ഈവൻ ഇത് പ്രിസർവ്ഡ് ഫുഡാണെങ്കിൽ പോലും കുറച്ചും കൂടി നല്ലതാണ് പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും. അപ്പോൾ ആ എണ്ണയിൽ തന്നെ നമ്മുടെ ചിക്കൻ നമ്മൾ മസാലയൊക്കെ ചേർത്തത് ഇതുപോലെ ഓരോരോ കുഞ്ഞു കുഞ്ഞു പീസാക്കി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ നന്നായിട്ട് വറുത്തെടുത്ത് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വേണം ചിക്കൻ എടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ചെറിയ പീസായിട്ട് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ എടുത്ത് മാറ്റി വെക്കുക. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇനി ഉണ്ടാക്കാനുള്ളത് ഇതിലേക്ക് ചേർക്കാനുള്ള ഒരു സോസാണ്. ഒരു വൈറ്റ് സോസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് പാൻ ഒന്ന് വെച്ചിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോൾ പാൻ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 സ്പൂണോളം ബട്ടറാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ മൈദപ്പൊടി ഒരു സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. ഈ മൈദപ്പൊടി ചേർക്കുന്ന സമയത്ത് എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ മൈദ കരിഞ്ഞു പോവും. എന്നിട്ട് ഈ ബട്ടറായിട്ട് ഈ മൈദപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം പാൽ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മൊത്തം ചേർത്ത് കൊടുക്കരുത്. ആദ്യം തന്നെ മൊത്തം ചേർത്ത് കൊടുത്താൽ ഈ മൈദ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കും. അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ആഡ് ചെയ്ത് ഈ മൈദ ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം, ഒന്ന് മിക്സാക്കി വരണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ സ്ലൈസ് ചീസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതൊരു 2 സ്ലൈസോളം ചീസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ചീസ് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഒരു 4 പീസ് വരെയും സ്ലൈസ് ചീസ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ടൈമിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു വാട്ടറി കൺസിസ്റ്റൻസി വേണമെങ്കിൽ കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് ലൂസാക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഫ്രഞ്ച് ഫ്രൈസ് ഓൾറെഡി നമ്മൾ വറുത്ത് മാറ്റിയപ്പോൾ തന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടാണ് മാറ്റി വെച്ചത്. അപ്പോൾ ഇതിലേക്ക് എന്നിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ നമ്മുടെ ചിക്കൻ വറുത്തതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ അത് ഇതുപോലെ സെറ്റ് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ലോഡഡ് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് തോന്നിയത് ഞാൻ കടയിൽ നിന്ന് കഴിച്ചതിനേക്കാളും എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയപ്പോഴേ ഇഷ്ടമായത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.